നിരവധി വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് പ്രശസ്തമായ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട കൊല്ലം ജില്ലാ അതിർത്തിയിൽ പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് അടയപ്പാട് വാട്ടർഫോൾസ്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പള്ളിക്കലാറിന്റെ ഒരു ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെ അരുവി ഒഴുകി രൂപപ്പെട്ടതാണ് ഈ കാണുന്ന പ്രദേശം. പാറകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപപ്പെട്ടതാണ് ഈ കാണുന്ന ഭൂരൂപങ്ങൾ. വലിയ ഉയരമുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നുമില്ലെങ്കിലും ഭംഗിക്കൊട്ടും കുറവില്ലാത്തൊരു പ്രദേശമാണിത്. ഒരുപാട് ഗ്രാമീണ കാഴ്ചകൾ ഇവിടെയുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ വന്നതോടുകൂടിയാണ് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞത്. പണ്ട് ഈ സ്ഥലത്ത് വന്നിരുന്നപ്പോൾ പ്രദേശവാസികളല്ലാതെ മറ്റാരെയും ഇവിടെ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേർ തങ്ങളുടെ അവധിക്കാലം ഫാമിലിയോട് കൂടിയും ഫ്രണ്ട്സിനോട് കൂടിയും ഒക്കെ ആസ്വദിക്കാൻ ഇവിടെ എത്താറുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിനായി എത്തുന്നത് നിരവധി ആളുകളാണ്. വളരെ ശക്തമായി ഒഴുകുന്ന അരുവിയോ ആഴമേറിയ കയങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശം താരതമ്യേന സേഫാണെന്ന് പറയാം. എന്നിരുന്നാലും വഴുക്കലുള്ള പാറക്കെട്ടുകളിൽ ചവിട്ടി അപകടങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. പത്തനംതിട്ട ജില്ലയിലെ കല്ലുകുഴിക്കും തെങ്ങമത്തിനുമൊക്കെ അടുത്തായി തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചക്കുവള്ളി മലനട അടൂർ റൂട്ടിൽ കടമ്പനാട് വടക്ക് അടയപ്പാട് അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിന് തൊട്ടു പിന്നിലായി തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത്. കാവിനോട് ചേർന്ന് ഒഴുകുന്നത് കൊണ്ട് തന്നെ ഒരു വനഭൂമിയുടെ പ്രതീതിയാണ് ഈ സ്ഥലത്തിനൊട്ടാകെ. അടയപ്പാട് അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിനടുത്തായുള്ള കടവിലൂടെയും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. എന്നാൽ അവിടെ കുറച്ച് ആഴമുള്ളതായാണ് എനിക്ക് തോന്നിയത്. കാവിന് മുൻപിലൂടെയുള്ള അടയപ്പാട് പാലത്തിലൂടെ സഞ്ചരിച്ചാൽ പാലത്തിന് ഇടതുവശത്തായി വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ കാണാം. പാലം കയറി താഴേക്ക് ഇറങ്ങുമ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള 2 കടവുകളും അതിനടുത്തായി മൺതിട്ടയിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലായുള്ള പാറക്കെട്ടിലേക്കും ഇറങ്ങാൻ സാധിക്കും. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. വരുന്നവർ പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിച്ച് പ്രദേശം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.